പിന്നെ ആ പാസ്റ്റർ ഞങ്ങളോട് പറഞ്ഞു, അടുത്ത ഞായറാഴ്ച ഈ പാസ്റ്റർ തന്നെ വേറെ ഒരു സഭയിലായിരിക്കും ശുശ്രൂഷിക്കുന്നത്, അതുകൊണ്ട് നിങ്ങൾ അവിടോട്ട് വരണം എന്ന് പറഞ്ഞു. ഈ സഭയുടെ തന്നെ ഒരു ബ്രാഞ്ചാണ് ആ സഭയെന്നും പറഞ്ഞു. അപ്പം ഞങ്ങൾക്ക് അതിൻ്റെ അഡ്രസ്സും ഒക്കെ തന്നു. ഞങ്ങൾ വിചാരിച്ചു ഓക്കെ, ഞങ്ങളെന്നാൽ അടുത്ത ഞായറാഴ്ച ആ സഭയിലോട്ട് പോകാമെന്ന്. അങ്ങനെ ഞങ്ങൾ പോയി. ആ സഭയും ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഞങ്ങളുടെ അതിൻ്റെ ആരാധനയും പാട്ടുകളും എല്ലാം നല്ല ഒരു അന്തരീക്ഷമായിട്ട് ഞങ്ങൾക്ക് തോന്നി. എന്നിട്ട് ആ സഭയിൽ നിന്ന് ഞങ്ങൾ വെളിയിലോട്ട് ഇറങ്ങി വന്ന് പറയട്ടെ, വേറെ ഒരു അതിശയം. ആ സഭയുടെ നേരെ ഓപ്പോസിറ്റ് ബിൽഡിങ്ങിൻ്റെ പേരും പീസ് കോട്ടേജ് എന്നാണ്. ഞങ്ങൾക്കങ്ങ് ഭയങ്കര സന്തോഷം. കാരണം ദൈവം ഇതുപോലെ ലീഡ് ചെയ്യുമോ എന്ന് ചിന്തിച്ചു. ബിക്കോസ് ഒരു സ്ഥലം നമ്മൾ അന്ന് അവിടെ കണ്ടത് ഓക്കെ, അത് നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാം. പക്ഷേ ഇവിടെ വന്നപ്പോൾ ആ സഭയുടെ തന്നെ ഒരു ബ്രാഞ്ചിൻ്റെ നേരെ ഓപ്പോസിറ്റ് ബിൽഡിങ്ങിൽ ഇത് തന്നെ എഴുതി വെച്ചേക്കുന്നു. അത് ഭയങ്കര ഒരു അതിശയം പോലെയായിരുന്നു. പിന്നെ ഞങ്ങൾ വേറെ ഒരു അത്ഭുതം എന്ന് പറഞ്ഞാൽ, ഇങ്ങനെ ദൈവത്തിൻ്റെ ഒരു അത്ഭുതകരമായ വഴികൾ. ഈ പാസ്റ്റർ ഞങ്ങളോട് പറഞ്ഞു, ഇനി നിങ്ങൾ ഈ സൺഡേ മാത്രം ആരാധിച്ചാൽ പോരാ, ഇടയ്ക്ക് ഒരു മീറ്റിങ്ങിനും പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. ഞങ്ങൾ ഓക്കെ, അതുകൊണ്ട് പാസ്റ്റർ പറഞ്ഞ എൻ്റെ വീട്ടിൽ എല്ലാ വ്യാഴാഴ്ചയും ഒരു മീറ്റിംഗ് ഉണ്ട്, അതിന് നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ ഹസ്ബൻഡൊക്കെ ജോലി ചെയ്യുന്നതായതുകൊണ്ട് 12 o'clock ആയപ്പോൾ, തേഴ്സ്ഡേ വന്നപ്പോൾ 12 o'clock ജോലി നിർത്തി പാസ്റ്ററിൻ്റെ വീട്ടിലോട്ട് പോയി. എന്നെ രാവിലെ 9:30 അവിടെ കൊണ്ടു വിട്ടു. എന്നിട്ട് ആ ദിവസം അങ്ങ് മീറ്റിങ്ങിൽ ഞങ്ങളായിരുന്നു. ഞങ്ങൾ ആ മീറ്റിംഗ് കഴിഞ്ഞ് ഇറങ്ങി വന്നപ്പോഴും ഇതുപോലെ തന്നെ ഒരു അതിശയം. ഈ പാസ്റ്ററിൻ്റെ വീടിൻ്റെ തൊട്ട് നെക്സ്റ്റ് ഹൗസ് ഈ പേര് തന്നെ. അതോടുകൂടി നമുക്ക് മനസ്സിലായി, ഇത് തന്നെ ആണ് ദൈവം ഉദ്ദേശിക്കുന്ന കാര്യവും ദൈവത്തിൻ്റെ വഴി എത്ര അഗോചരമായ വഴിയാണ്. ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷം വന്നു. ഒരു വിധത്തിൽ നോക്കുവാണെങ്കിൽ ഞങ്ങൾക്ക് ഇതുപോലൊരു സഭ എന്ന് വെച്ചാൽ പെൻ്റക്കോസ്റ്റൽ ചർച്ച്, അതിനെപ്പറ്റി ഞങ്ങൾക്ക് ജീവിതത്തിൽ ഒരു ഗ്രാഹ്യവും ഇല്ല, ഞങ്ങൾക്ക് അറിവും ഇല്ല, ഞങ്ങൾക്ക് യാതൊരു നോളജും ഇല്ല. അങ്ങനത്തെ ചർച്ചസിനെ പറ്റിയൊക്കെയുള്ള യാതൊരു അറിവുമില്ല. ഞങ്ങളുടെ മനസ്സിൽ ചിന്തിച്ച കാര്യം പോലും അല്ല. ഞങ്ങളല്ലേ പറയുമല്ലോ, നമുക്കല്ലേൽ ഒരാഗ്രഹം വന്നൊക്കെ നമ്മൾ ഇനിയും ഇന്ന ചർച്ചിൽ പോകാം, അല്ലെ ഇന്ന ചർച്ചിൽ പോകാം എന്നൊക്കെയുള്ള ആഗ്രഹങ്ങൾ നിമിത്തം അങ്ങനെയൊന്നുമില്ല. ഞങ്ങൾക്ക് അതിനെപ്പറ്റി യാതൊരു അറിവില്ല. ബോംബെയിലായിരുന്നപ്പോഴും ഞങ്ങളങ്ങനെ അറിഞ്ഞിട്ടേ ഇല്ല, പോയിട്ടുമില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ദൈവം ഞങ്ങളെ ഇങ്ങനെ ലീഡ് ചെയ്തത്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് വളരെ സന്തോഷം. അങ്ങനെ ഞങ്ങൾ ആ ചർച്ചിൽ ഞങ്ങൾക്ക് വേണ്ടിയ, നമുക്കിപ്പം ഏത് സ്ഥലത്താണ്, ഇപ്പം മറ്റേ ചർച്ചിൻ്റെ മുമ്പിലാണേലും പീസ് കോട്ടേജ് ഉണ്ട്, ഈ രണ്ടാമത്തെ സ്ഥലത്തിൻ്റെ മുമ്പിലാണേലും പീസ് കോട്ടേജ് ഉണ്ട്. നമുക്ക് തന്നെ തിരഞ്ഞെടുക്കാം നമുക്ക് എവിടോട്ടാണ് പോകേണ്ടതെന്നുള്ളത്. അപ്പം ദൈവം ഞങ്ങൾക്ക് ആ ഒരു ലൊക്കേഷൻ ഞങ്ങൾക്ക് തന്ന് ഈ ഒരു രീതിയിലാണ് ഞങ്ങൾ പെൻ്റക്കോസ്റ്റൽ ചർച്ചിലോട്ട് കയറാൻ ഇടയായത്. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എൻ്റെ സാക്ഷ്യം പലർക്കും ഇത് പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു വിഷയത്തിന് ദൈവത്തിൻ്റെ ആലോചന പ്രാപിക്കുവാനും ദൈവസന്നിധിയിലിരുന്ന് പ്രാർത്ഥിക്കുവാനും ദൈവം സംസാരിക്കുന്ന ദൈവമായതുകൊണ്ട് ആ ആലോചന അനുസരിച്ച് നമ്മുടെ ഓരോരോ പടികൾ മുമ്പോട്ട് എടുക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹവും സന്തോഷവുമായി തീരും എന്ന് അതിൻ്റെ കൂടെ അറിയിക്കാനും വേണ്ടി തന്നെയാണ് ഇങ്ങനൊരു സാക്ഷ്യം ഞാൻ പറയാൻ ആഗ്രഹിച്ചത്. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.